ഹലോ ഗായ്സ്, ഞങ്ങളെ കുറച്ച് നാൾ മുമ്പെന്ന് പറഞ്ഞാൽ ഒരു 2.5 വർഷം മുന്നേ ഒരിക്കൽ അമ്പലത്തിൽ പോയ വഴിക്ക് നമ്മൾ ഒരിടത്ത് കയറിയിട്ട് ഒരു റംബൂട്ടാൻ തൈയും ഒരു ജാതിക്ക തൈയും അതുപോലെ ഒരു പ്ലാവിൻ്റെ തൈയും കൊണ്ടുവച്ചായിരുന്നു കേട്ടോ. 3 വർഷം കൊണ്ട് കായ്ക്കുന്ന പറഞ്ഞു. ചക്ക 2 വർഷം കഴിഞ്ഞപ്പോഴേ പിടിച്ചു. കുഞ്ഞു ചക്ക പക്ഷേ വലിയ ചോളയാണ് കേട്ടോ. റംബൂട്ടാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇലയൊക്കെ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. പക്ഷേ ഈ വർഷം പിടിക്കൂല, അടുത്ത വർഷമേ പിടിക്കത്തോളം തോന്നുന്നു. പക്ഷേ ജാതിക്ക മരം നിങ്ങൾ കാണണം കേട്ടോ. കുഞ്ഞു മരമാണ്, പക്ഷെ നിറയെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ കൊണ്ടുവച്ച ജാതിക്കയുടെ തൈ കേട്ടോ. ഇത് കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2.5 വർഷമാകാൻ പോകുന്നേ. പക്ഷേ ഇത്രയും ചെറുതാണെങ്കിലും ശരിക്ക് പൂ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പൂ കാണിച്ചു തരാവേ. നിങ്ങൾ പറയണം ഇത് കായ്ക്കുമോ ഇല്ലയോ എന്ന്. എനിക്കിത് കണ്ടിട്ടൊരു കള്ളപ്പൂവായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അതാ കണ്ടോ, നിറയെ പൂ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഇത് കായ്ക്കുമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പറയണേ. ഇത് കള്ളപ്പൂവാണോ നല്ല പൂവാണോ എന്തുവാണെന്നൊന്നും അറിയാൻ വയ്യ. ഇവിടെ സപ്പോട്ട കേട്ടോ. പക്ഷേ ഈ സപ്പോട്ടയും ചെറുതാണെങ്കിൽ ഇതിനകത്ത് കാ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ദാണ്ടേ ഒരു കായ ഇവിടെ ഉണ്ട്. പക്ഷെ നേരത്തെ വന്ന കായെല്ലാം കൊഴിഞ്ഞു പോയായിരുന്നു. ഇപ്പം ദാണ്ട ഇവിടെ എവിടെയൊക്കെ ആയിട്ട് ഓരോ കായും എല്ലായിടവും വന്ന് നിൽപ്പുണ്ട്. ഓരോ കാ വലുതായാൽ ഭാഗ്യം, കൊഴിഞ്ഞു പോകാതിരുന്നാൽ ഭാഗ്യം. ഇതൊക്കെ കരിഞ്ഞു പോയെന്ന് തോന്നുന്നു. നിരാശപ്പെടുത്തി ആഗ്രഹിക്കുകയും ചെയ്ത് കൊണ്ടുവച്ച ഒരു സാധനമാണ് കേട്ടോ. എൻ്റെ മോന് റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടേ പൂത്തെന്ന് പറയാൻ പറ്റത്തില്ല. ഇലകളെല്ലാം നല്ല കിളിർത്ത് ഇങ്ങനെ നിൽക്കും. പക്ഷേ കായ അടുത്ത വർഷം പിടിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ വർഷം ഇങ്ങനെ നോക്കി നിൽക്കാം. അപ്പം 3 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ ഓരോന്നും ചിലത് 2 വർഷം കൊണ്ട് തന്നെ കായ്ക്കും, ചിലത് 2.5 വർഷം കൊണ്ട് കായ്ക്കും. കണ്ടല്ലോ, എൻ്റെ ചക്ക 2 വർഷം കൊണ്ട് 2 ചക്ക കിട്ടി. 2 ചക്ക. ഇതൊക്കെ കായ്ച്ച് വരുമോ കൊഴിഞ്ഞു പോകുമോ എന്ന് ഈശ്വരന് മാത്രം അറിയാം. അപ്പം ടാറ്റ, ബൈ ബൈ.